ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഡോ ഫ്രം യൂണിവേഴ്സ്. ഡോ ഫ്രം യൂണിവേഴ്സിൻ്റെ ഒരു പുതിയ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അതിന് മുന്നേ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ നമുക്കിന്നൊരു പുതിയ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എല്ലാവരും ഓരോരോ കാര്യം ആഗ്രഹിക്കുന്നുണ്ടല്ലേ. ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചിലവർ ആഗ്രഹിക്കുന്ന, നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. ചിലവർക്ക് നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പേഴ്സൺ തിരിച്ചു വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ചിലവർക്ക് കരിയർ വൈസ് എന്തെങ്കിലും ആയിരിക്കാം. സോ നിങ്ങൾ എന്ത് കാര്യമാണോ നിങ്ങളുടെ ലൈഫിൽ അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ നിലവിൽ നിങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്നത്, സോ ഇപ്പോഴത്തെ ഒരു എനർജി വൈസ് അതിൻ്റെ ഒരു സ്റ്റേജ്, അതിപ്പോൾ ഏതൊരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്യേണ്ടത് മുന്നോട്ട്, സോ അതിൻ്റെ ഒരു ഫ്യൂച്ചർ എന്താകും എന്ന് നമുക്ക് നോക്കാം. ഏതൊരു കാര്യം തന്നെ ആയിക്കോട്ടെ. ഓക്കെ, എന്ത് കാര്യമാണോ അതെന്താണെങ്കിലും നിങ്ങൾ അത് ആ ഒരു വിചാരിക്കുന്ന ഒരു കാര്യം, അത് നിങ്ങൾക്ക് വേണമെന്ന് വിചാരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളിപ്പോൾ മനസ്സിൽ നന്നായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ അതിപ്പോൾ ഏതൊരു സ്റ്റേജിലാണ് എത്തി നിൽക്കുന്നത്, നിങ്ങൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യേണ്ടതുണ്ടോ, അതിൻ്റെ ഫ്യൂച്ചർ എന്താണ് എന്ന് നമുക്ക് നോക്കാവുന്നതാണ്. ഓക്കെ, സോ നിങ്ങൾ നന്നായിട്ട് ഒരു കാര്യം വിചാരിക്കുക മനസ്സിൽ. ഓക്കെ, കാര്യം നന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, നല്ല കാർഡ്സൊക്കെ വരുന്നുണ്ട്. സോ നിങ്ങളെ കാര്യം നന്നായിട്ട് വിചാരിക്കുക. അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇപ്പോഴത്തെ ഒരു എനർജി ബേസ് അറിയാൻ പറ്റുന്നത് കേട്ടോ, നിങ്ങളിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്നുള്ളതിൽ. എങ്കിൽ മാത്രമേ എനിക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഓക്കെ. സോ എല്ലാവർക്കും കാർഡൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ നമുക്കപ്പോൾ റീഡിങ്ങിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണോ, എന്ത് തന്നെയാണെങ്കിലും അത് എന്താണെന്ന് എനിക്കറിയത്തില്ല. കരിയർ ആയിക്കോട്ടെ, എന്ത് സംഭവമാണെങ്കിലും, എന്ത് സിറ്റുവേഷൻ തന്നെയാണെങ്കിലും, എനിക്കതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ പോലും ഒരു ഗൈഡൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാൾ, ഏറ്റവും ട്രസ്റ്റ് ആയിട്ട്, ഇപ്പോൾ കരിയർ വൈസ് ആണെങ്കിൽ അങ്ങനെ ആ ഒരു കരിയറിനെ പറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിനെ പറ്റി അത്രയ്ക്ക് നന്നായിട്ട് ഡീപ്പായിട്ട് അറിയാനുള്ള ഒരാളെടുത്ത് അതുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അതെങ്കിൽ അതുമായിട്ടൊന്ന് ഷെയർ ചെയ്യുക. അത്ര അറിയാനുള്ള ആൾക്കാരോട് മാത്രം. റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു പേഴ്സണെ കുറിച്ച് തേർഡ് പാർട്ടി ഉണ്ട്, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ നിങ്ങളൊന്ന് അറിയാൻ ശ്രമിക്കുക. ഒരു കാര്യത്തിൽ എടുത്ത് ചാടരുത് എന്ന് ഉള്ള ഒരു മെസ്സേജ് ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആ ഒരു കാര്യം വേണമെന്ന് നിങ്ങൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ മനസ്സുകൊണ്ട് ഇന്നർ മൈൻഡിൽ നിങ്ങൾക്കത് വേണം എന്നൊക്കെയുണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ശക്തിയായിട്ട് വേണമെന്നുണ്ട്. പല സമയത്ത് അത് കിട്ടുമോ ഇല്ലയോ എന്നുള്ളൊരു ആകുലത നിങ്ങളുടെ മനസ്സിലുണ്ട്. ചില സമയത്ത് നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടമാകുന്നുള്ള രീതിയിലുള്ള നിങ്ങളുടെ ചിന്ത ഉണ്ട്. അതൊക്കെ ഉള്ളത് ഇവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ ഇവിടെ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഗൈഡൻസ് എടുക്കുക എന്നുള്ളത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളിപ്പോൾ എന്ത് കാര്യത്തിലാണ് ഇറങ്ങുന്നത്, ഏത് കാര്യത്തിലാണെങ്കിൽ പോലും അവിടെ ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടീസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വരുന്ന കുറച്ച് ആൾക്കാരായിക്കോട്ടെ, കുറച്ച് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, ഇനി മുന്നോട്ട് അത് വരാനുള്ള ചാൻസിനെ കുറച്ച് കാണുന്നുണ്ട്. സോ നിങ്ങൾ കുറച്ചും കൂടെ പോസിറ്റീവ് ആയിരിക്കും, കുറച്ചും കൂടെ സ്ട്രെങ്ത് ആയിരിക്കണം. അത് അങ്ങനെ ആയിരിക്കണം എന്നുള്ളത്
നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പിന്നെ വേറൊരു കാര്യം, ആരുമായിട്ട് ഒരു തർക്കത്തിനോ വഴക്കിനോ ഒന്നും പോകരുത്, എന്ത് കാര്യമാണെങ്കിൽ പോലും. നിങ്ങളിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പേഷ്യൻസ് ആവേണ്ടത് ഈ സമയത്ത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിപ്പോൾ ഒരു വഴക്കുണ്ടാക്കിയാലോ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലോ ചിലപ്പോൾ ഒരു സമയത്ത് പരിഹാരമായെന്ന് വരില്ല. നേരെ മറിച്ച് നല്ല രീതിയിൽ നമ്മൾ ആ കാര്യത്തെ ഒന്ന് അപ്രോച്ച് ചെയ്ത് നമ്മുടെ നല്ലൊരു പെരുമാറ്റത്തിലൂടെ ആ സംസാരത്തിലൂടെ ഒന്ന് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ആ കാര്യങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് പോകാനായിട്ട് സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അത് എന്ത് തന്നെയാണെങ്കിലും. ഇപ്പോൾ നമുക്ക് ചില സിറ്റുവേഷൻസ് നമ്മുടെ മുന്നിൽ വരുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വരും, നമുക്കത് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷെ നമ്മൾ അങ്ങനെ വെറുതെ നമ്മുടെ എനർജി അവിടെ കളഞ്ഞിട്ട് ഒരാവശ്യമില്ല. നിങ്ങളുടെ എനർജിയാണ് അവിടെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു നേട്ടം ഉണ്ടാവില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തിന്. സോ നിങ്ങൾ അവിടെ കുറച്ചും കൂടെ ഒന്ന്, ഇപ്പൊ എനിക്കറിയാം ചില പേഴ്സൺസ് ഒക്കെ ഷോർട്ട് ടേം, ഞാൻ ഷോർട്ട് ടേം പോയിട്ടുള്ള പേഴ്സണാണ്. അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഷോർട്ട് ടേം പോയിട്ടുള്ള ആൾക്കാരായിരിക്കും എടുത്തടിച്ചോളം നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു നമുക്ക് ദേഷ്യം വന്നു. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് നല്ലൊരു അനുനയത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യം തന്നെ ആയിക്കോട്ടെ അത് അത്യാവശ്യമായിട്ട് ഉള്ളതാണ്. എന്ന് വെച്ചിട്ട് നിങ്ങൾ ആരുടെയെങ്കിലും കീഴിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ സംസാരമായിക്കോട്ടെ ബിഹേവിയർ ആയിക്കോട്ടെ അത് കുറച്ചും കൂടെ ഒരു അനുനയത്തിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മുന്നോട്ട് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഈ ആഗ്രഹിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് തടസ്സങ്ങൾ വരുന്ന പോലെ കാണുന്നുണ്ട്. സോ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു, നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിച്ചു, എന്തൊക്കെ ചെയ്തിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഒരു കാര്യം, ഗൈഡൻസ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ വേറെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളിത് മുന്നോട്ട് പോകുന്ന സമയത്ത് ഇപ്പോഴാണെങ്കിൽ കുറച്ചും കൂടെ കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ശക്തമായിട്ടുള്ള ഇൻറ്റ്യൂഷൻ കിട്ടാനായിട്ടുള്ള ചാൻസ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻറ്റ്യൂഷൻ ഒന്നും നിങ്ങൾ കളയരുത്. വെറുതെ അത് ചിലർക്ക് ഇൻറ്റ്യൂഷൻ അറിയാലോ, വെറുതെ മനസ്സിൽ പറഞ്ഞിങ്ങനെ പോകുന്ന ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ ഇമാജിൻ ചെയ്യുന്ന എന്ത് തന്നെയാണെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ കിട്ടുന്ന ഓരോ കാര്യം ഓർത്ത് വയ്ക്കുക. ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഈ ഒരു റീഡിങ്ങിൽ കാണുന്നുണ്ട്. യൂണിവേഴ്സ് അതിന് മുന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് തരുന്നുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറെ ആൾക്കാര് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം അത്രയ്ക്ക് വലിയ കാര്യമായിരിക്കും, അത് മറികടക്കാൻ അല്ലെങ്കിൽ തേടി പിടിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ അവരെല്ലാം മറന്ന്, നിങ്ങൾ എല്ലാം മറന്ന് അതിലേക്ക് വരുന്ന ഒരുപാട് പേഴ്സണെ കാണുന്നുണ്ട്. നിങ്ങളായിട്ട് നിൽക്കുന്ന ഒരു കംഫോർട്ട് സോണ് വിട്ടിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വിട്ടിട്ട് നിങ്ങൾ അതിലേക്ക് നല്ല ധൈര്യപൂർവ്വം വരുന്ന ആൾക്കാരെ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി വന്നിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ അല്ലെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ നിങ്ങളിപ്പോ ഒരു വല്ലാത്ത സിറ്റുവേഷനിലായിരിക്കും. കാരണം ഞാൻ ആ ഒരു കാര്യം നേടിക്കഴിഞ്ഞാൽ എനിക്ക് ഇത് നഷ്ടമാകും, അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആകുമോ എന്നുള്ള ഡൗട്ട്ഫുള്ളിൽ നിൽക്കുന്ന ഒരു കൂട്ടം ആൾക്കാരെ ഞാനിവിടെ കാണുന്നുണ്ട്. സോ എനിക്ക് അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ കംഫോർട്ട് സോൺ വിടുക. നിങ്ങൾ ഉറപ്പായിട്ടും കംഫോർട്ട് സോൺ വിട്ടാൽ മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തത്തുള്ളൂ. ഓക്കെ, നിങ്ങൾ ധൈര്യമായിട്ട് പോകുക. കാരണം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനൊരു യൂണിവേഴ്സ് ഉണ്ട്, നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള എല്ലാ പവറും ഉണ്ട്. സോ നിങ്ങൾ മുന്നോട്ട് പോയാൽ മാത്രമായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വളരെ ശക്തമായിട്ട് കിട്ടുകയുള്ളൂ എന്നിവിടെ ക്ലിയർലി കാണിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ത് തന്നെയാണെങ്കിലും അതൊരു വലിയ രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള അവസരങ്ങൾ, വളരെ ചെറിയ രീതിയിലുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. ചിലർക്ക് ഓൾറെഡി അതിനൊക്കെ അപ്ലൈ ചെയ്തായിരിക്കും. ജോബ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളാണെങ്കിൽ അങ്ങനെ. ചിലവരുടെ ഒരു മൈൻഡൊക്കെ മാറി വരാനായിട്ടുള്ള ചെറിയ ചാൻസ് ഒക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. അത് നിങ്ങൾ അത്രത്തോളം മനസ്സിൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണെന്ന് നന്നായിട്ട് അറിയാം. സോ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, വെറുതെ ഹെൽത്ത് കളഞ്ഞ് ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ഹെൽത്ത് അനാവശ്യമായിട്ട് കളയരുത്. പിന്നെ നമ്മുടെ കുറച്ച് ദേഷ്യമായിക്കോട്ടെ ആ ഒരു സിറ്റുവേഷനൊക്കെ മാക്സിമം കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ മാത്രമായിരിക്കും മുന്നോട്ട് നല്ല ഇത് വരിക. പിന്നെ അതുപോലെ പറയുന്ന നെക്സ്റ്റ് കാര്യം, കംഫോർട്ട് സോൺ. നിങ്ങൾ നിൽക്കുന്ന ഏതൊരു കംഫോർട്ട് സോൺ, അതിപ്പോൾ ആൾക്കാരെ കൊണ്ടുള്ള തടസ്സമായിരിക്കും. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ സ്വന്തമായിട്ട് തീരുമാനിക്കാൻ നോക്കുക. എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുക. വേറെ ആളുടെ സമ്മർദ്ദം മൂലം അല്ലെങ്കിൽ വേറെ കുറച്ച് സിറ്റുവേഷൻസ് ഉണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതും കിട്ടില്ല ഇതും കിട്ടില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മുന്നോട്ട് പോകേണ്ടി വരും. സോ നിങ്ങൾ അത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാൻ ശ്രദ്ധിക്കുക. പിന്നെ പറഞ്ഞതുപോലെ ഇൻറ്റ്യൂഷന്റെ കാര്യം, നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ കിട്ടുന്നുണ്ട്. സോ ആ ഇൻറ്റ്യൂഷനൊക്കെ ശ്രദ്ധിക്കുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, തടസ്സങ്ങളായിക്കോട്ടെ, മുന്നോട്ട് വരുമ്പോഴും കുറച്ചൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. പക്ഷെ നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈഡൻസ്. നിങ്ങൾക്ക് എന്ത് കാര്യത്തിലോട്ട് ഇറങ്ങിയാൽ പോലും
അതിനെപ്പറ്റി നല്ലൊരു ഇൻഫോർമേഷൻ കിട്ടിയാൽ മാത്രം ഇറങ്ങുക. നമുക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് പോലും ചിലപ്പോൾ മേ ബി അറിയത്തില്ലായിരിക്കും ആഗ്രഹിക്കുന്ന കാര്യം അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യം റൈറ്റ് ആണോ റോങ് ആണോ, എൻ്റെ ഫ്യൂച്ചറിന് നല്ലതാണോ. സോ ഇപ്പോഴത്തെ ഒരു കാർഡിന്റെ ബേസിലാണെങ്കിൽ പോലും, ഈ ഒരു എനർജിയുടെ ബേസിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് അവസരം വരുന്നുണ്ട്. ഈ നല്ല കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുന്നോടിയായിട്ടുള്ള കുറച്ച് സൈനൊക്കെ ഏഞ്ചൽസ് കാണിച്ചു തരാനും ചാൻസ് ഉണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഇറങ്ങാൻ സാധിക്കും. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആണെങ്കിൽ ആ പേഴ്സൺ വരാനായിട്ടുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ റൈറ്റ് ചെയ്ത് റോങ് ചെയ്ത് എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രം എല്ലാത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമ്പിളിന് ഇപ്പോൾ ജോബാണ്, അതിനെപ്പറ്റി നന്നായിട്ട് അറിയാനുള്ള ഇപ്പോൾ സൈറ്റ് വഴിയാണെങ്കിൽ അത്യാവശ്യം അതിനെപ്പറ്റി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിച്ച് ഇൻഫോർമേഷൻ എടുത്തതിന് മാത്രം ഇറങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പേഴ്സൺ റിട്ടേൺ ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ പഴയതുപോലെ എടുത്തു ചാടി സ്നേഹിക്കാനോ കെയർ ചെയ്യാനോ ഒന്നും പോവാതെ മനസ്സിൽ അവരിതൊക്കെ വെച്ചിട്ട് അവരെ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുക. ഒബ്സർവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം അത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അതിന്റെ കൂട്ടത്ത് ഏഞ്ചൽസ് തരുന്ന സൈൻ ആയിക്കോട്ടെ ഇൻറ്റ്യൂഷൻ ആയിക്കോട്ടെ അതൊന്നും അവഗണിക്കരുത് എന്നാണ് പറയുന്നത്. സോ ഇതൊക്കെയാണ്. മുന്നോട്ട് കുറച്ച് ഹർഡിൽസ് കാണും, പക്ഷെ നിങ്ങൾ അതൊന്നും ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. കാരണം യൂണിവേഴ്സ് സപ്പോർട്ട് നിങ്ങൾക്ക് വളരെ നന്നായിട്ട് തന്നെ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെ വെയിറ്റിംഗ് പീരീഡ് നമുക്കപ്പോൾ എന്തായാലും ഏഞ്ചൽ മെസ്സേജ് നോക്കാം. ഏഞ്ചൽ മെസ്സേജ് നോക്കുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചും കൂടി ക്ലിയർ കിട്ടുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഇതിന്റെ പേര് ഹെൽത്ത് ഒന്നും അനാവശ്യമായിട്ട് കളയാൻ വേണ്ടി നിൽക്കേണ്ട. ഓക്കെ, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. സോ നമുക്ക് എന്താണ് ഏഞ്ചൽ മെസ്സേജ് എന്ന് നോക്കാം. ഓക്കെ, എന്താണ് ഏഞ്ചൽ മെസ്സേജ്? എല്ലാ കാർഡ്സും എടുക്കാൻ പറ്റില്ല. ഓക്കെ, കാർഡ്സ് ഒന്നും വരുന്നില്ല, ലേറ്റ് ആണല്ലോ. സോ നിങ്ങൾ നന്നായിട്ട് ആഗ്രഹിക്കുക ഒരു കാര്യം. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് നിങ്ങൾക്ക് തരാനുള്ളൊരു മെസ്സേജ്? ഓക്കെ, ഓക്കെ. സോ നിങ്ങൾ പോകുന്ന ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്കിതിൽ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമാണെങ്കിൽ പോലും നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങുക. ആ ഒരു പ്രോസസ്സിൽ ട്രസ്റ്റ് ചെയ്യുക. വെറുതെ കൺഫ്യൂഷൻ ആവുക അല്ലെങ്കിൽ ഒരു സമയത്ത് നെഗറ്റീവ് ഒരു സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ കിട്ടാനുള്ള കാര്യത്തിന് ദൈർഘ്യം കൂടും. മേ ബി അത് കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ നിൽക്കരുത്. പിന്നെ വേറെ എടുത്ത് പറയുന്ന ഒരു കാര്യമാണ് ഞാൻ നേരത്തെ പറയുന്ന ആങ്കർ ഇഷ്യൂസ്. അതൊന്ന് ഉള്ള ആൾക്കാരോടാണ് ഞാൻ പറയുന്നത്, ഒന്ന് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. എടുത്തടിച്ച് നമ്മൾ സംസാരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വളരെയധികം മയത്തിൽ പോയി കഴിഞ്ഞാൽ അതിനുള്ള ഇമ്പാക്റ്റ് വളരെയധികം കൂടുതലാണെന്ന് കാണിക്കുന്നുണ്ട്. അതെന്തുകൊണ്ട് കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി നിങ്ങൾക്ക് കാണുന്നവർക്ക് അറിയായിരിക്കും അങ്ങനെയുള്ള ഇഷ്യൂസ് ഉള്ള ആൾക്കാർ. ഓക്കെ, സോ ട്രസ്റ്റിൽ പ്രോസസ്സ് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ അത് മാത്രമല്ല, നമുക്ക് ബോട്ടം മുത്തിട്ടൊക്കെ കൂടെ കാണിക്കാണ്ടല്ലേ, വെയിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. സോ എന്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതിൽ നിങ്ങളുടെ ട്രസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. നിങ്ങൾ ഒരു ദിവസം എല്ലാ കാര്യം വിശ്വസിച്ചു പിറ്റേ ദിവസം യൂണിവേഴ്സിനെ പഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ വെറുതെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യൂണിവേഴ്സിന് കൺഫ്യൂസ് ആയപ്പോൾ ഇവരെന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നതെന്ന് പോലും അറിയത്തില്ല. സോ നിങ്ങൾക്ക് എല്ലാ കാര്യം തരാനായിട്ട് യൂണിവേഴ്സ് റെഡിയാണ്. സോ അത് നിങ്ങളുടെ ട്രസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ട് ആരും ടെൻഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതുപോലെ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് എന്താ പറയുക, നിങ്ങൾ മാസങ്ങളോളം വർഷങ്ങളോളം കാത്തിരിക്കണം എന്നല്ല. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഓരോ കാര്യത്തിലേക്ക് ഇറങ്ങുന്നു. ഈ കംഫോർട്ട് സോൺ എന്നൊക്കെ പറഞ്ഞില്ല, അതൊക്കെ വിട്ട് ഇറങ്ങുന്നു, ഓരോ കാര്യത്തിനൊക്കെ എഫേർട്ട് ഇട്ട് തുടങ്ങുന്നു. അതിനുള്ള ആ ഒരു ടൈം മാത്രമേ എടുക്കത്തുള്ളൂ. ഓക്കെ, സോ അതുമായിട്ട് നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഈ മാനിഫെസ്റ്റേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നെക്സ്റ്റ് നിങ്ങൾക്കൊരു ഫൈനൽ മെസ്സേജ് അല്ലെങ്കിൽ എന്തെങ്കിലും അറിയണം, ആ ഒരു സ്റ്റേജിൽ വേറെ എന്തെങ്കിലും ചെയ്യണം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വീഡിയോ ഇടാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.